ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ആണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇത്രയും എളുപ്പത്തിൽ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അത് കണ്ട നല്ല ടെക്സ്ചറിലുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ആണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ്സ് ഒക്കെ ഇതേപോലെ തന്നെ എടുക്കണേ. അതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കഴിയുമ്പോൾ തീ വളരെ അങ്ങ് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. നമുക്ക് പക്ഷേ വേറെ പണിയൊന്നുമില്ല. അത് അവിടെ ഇരുന്ന് വറ്റിക്കൊള്ളുമല്ലോ. ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് വന്നൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് സിമ്മിലാക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഫഡ്ജ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് അല്ല, ചോക്ലേറ്റ് ആണ്. അമൂലിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. മിസ്റ്റിക് മോച്ച എന്ന് പറഞ്ഞിട്ട് ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ വായിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പാണ്. വായിൽ വെക്കാൻ നിൽക്കണ്ട. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഫഡ്ജ് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ 150 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 125 രൂപയാണ്. അപ്പോൾ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടിനെ കഴിഞ്ഞും കൂടുതലാണ് റേറ്റ്. പക്ഷേ നമ്മൾ കുഴപ്പമില്ല. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റ് വാങ്ങിച്ചാൽ മതി. കാരണം അത്രയും ഒരു പെർഫെക്ഷനിലല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊങ്ങുന്ന സമയത്ത് സാധാരണ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സ്പൂണോ കത്തിയോ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ചാടില്ല എന്ന് പറയും. എൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശരിയാണെന്ന്. ഞാൻ എപ്പോഴും അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു സ്പൂണ്, നല്ല നീളമുള്ള ഒരു സ്പൂൺ അതിൻ്റെ മുകളിലവിടെ വെച്ചതാണ്. പാലേ ചാടരുത് എന്നും പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ ചാടി പോകില്ല കേട്ടോ. അതൊക്കെ ചെറിയ പാത്രം, എന്നിട്ട് പോലും അങ്ങനെ ചാടി പോയിട്ടില്ല. അപ്പോൾ തിളച്ച് ഇത്രയും പറ്റിയിട്ടില്ല. അങ്ങനെ പൊങ്ങി വന്ന ആ സ്പൂണിൻ്റെ മുകളിൽ തട്ടി അവിടെ തന്നെ അങ്ങ് നിൽക്കും. അവിടെ നിന്ന് അതിൻ്റെ മേലോട്ട് അങ്ങ് ചാടി പോയിട്ടില്ല. ഇതായിരിക്കും. എന്തായാലും എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ ചാടിയിട്ടില്ല. ഇതിപ്പം ഇത്രയും വറ്റിയാൽ പോരാ കേട്ടോ. അവിടെ ഇരുന്ന് ബാക്കി കൂടെ വറ്റി വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും ഇടുന്നുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിലക്കടല എടുക്കണ്ട. ബാക്കി ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 10-18 ബദാമും ഒരു 10-15 കാഷ്യൂ നട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇഷ്ടമുള്ള അത്രയും ഇടാം. കൂടുതൽ ഇടാൻ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എടുക്കാം. കുറച്ച് സമയം ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് റോസ്റ്റ് ആയി വരും കേട്ടോ. അതിൻ്റെ പുറമേയൊക്കെ കുറച്ചൊന്നും ഡാർക്ക് കളറിൽ വരും. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോസ്റ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓഫാക്കി. അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് തണുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബദാമും കാഷ്യൂ നട്ട്സും വേറെ വേറെ ക്രഷ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. പാല് വറ്റി 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 ഇതിൻ്റെ കളർ ഈ ഒരു കളറായിട്ടുണ്ട്. ഈ ഒരു കളറായി കുറച്ചൊന്ന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു പിരിഞ്ഞ പോലെയാണ് ഉള്ളത്. കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ വറ്റി ഏകദേശം 1 കപ്പോളമൊക്കെ ആയിട്ടുണ്ട്. അത് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഏത് ചോക്ലേറ്റ് ആയാലും മതി. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നമ്മളിപ്പോൾ സാധാരണ ഡാർക്ക് കോമ്പൗണ്ട് എടുക്കരുത്. ഡാർക്ക് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ മധുരം അധികമായി പോകും. ഇൻ കേസ് ഡാർക്ക് കോമ്പൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതിന് ചോക്ലേറ്റ് തന്നെ എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫായി കൊടുക്കാം. ആ ചൂടിനിരുന്ന് ബട്ടർ അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്തിരിക്കുന്ന നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവനായിട്ട് ഇട്ടു കേട്ടോ. കുറച്ച് വേണമെങ്കിൽ മാറ്റി വെക്കാമായിരുന്നു. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്. ഇത് നമുക്ക് പിസ്താഷ്യോ ഇടണമെങ്കിൽ പിസ്താഷ്യോ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് മിക്സ് ആയിട്ടിട്ടെ. ഞാനിപ്പോൾ ഇതൊരു 5 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്രേ ആണ്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ബട്ടർ പേപ്പറിൻ്റെ സൈഡിലേക്ക് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വെച്ചു. നമ്മളിതിനു മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോസ് കേക്ക് ആണെന്ന് തോന്നുന്നു. ഈ ഒരു രീതിയിൽ ചെയ്ത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ക്ലിങ് ഫിലിം ഇങ്ങനെ പുറത്തോട്ടിട്ടിട്ട് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫഡ്ജിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേ ലെവലിലാണ് എത്താനായിട്ട്. നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമും കൂടെ ക്രഷ് ചെയ്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് തണുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കായി വരുന്നുണ്ട്. നമുക്ക് പതുക്കെ സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് അമർത്തി അവിടെ വെച്ച് കൊടുക്കാം.
ഇനി ഇത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കുന്ന. ഒരു 3 തൊട്ട് 4 മണിക്കൂർ വരെ വെക്കാം. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം അടച്ചു വെച്ചാൽ മതി. അതുവരെ ചെറുത് ലൈറ്റായിട്ടൊന്ന് ഒരു പേപ്പർ വെച്ചോ മറ്റും മൂടിയിട്ടാൽ മതി. ആവിവെള്ളം വീഴാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു നമ്മുടെ അടപ്പ്, സിലിക്കോണിൻ്റെ അടപ്പ് വെച്ചാട്ടോ അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ അതെടുത്ത് നമ്മൾ കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ആ തണുപ്പ് അങ്ങ് മാറുമ്പോഴത്തേക്കും കുറേ കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഈ 2 സൈഡ് മാത്രം നമുക്ക് കത്തി വെച്ചൊന്ന് വിരിയിച്ചു കൊടുക്കാം. ആ ബട്ടർ പേപ്പർ ഇല്ലാത്ത പോർഷനില്ലേ അതവിടെ ചിലപ്പോൾ ഒട്ടിയിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ കൊണ്ട് വലിക്കുമ്പോൾ കീറിപ്പോവും. എന്നിട്ട് നമുക്ക് പതുക്കെ ഇങ്ങ് ഒരു സൈഡ് ഇങ്ങ് പൊക്കി മറ്റേ സൈഡും പൊക്കി അങ്ങനെ പതുക്കെ ഇങ്ങ് പൊക്കിയെടുക്കാം. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് പതുക്കെ അങ്ങ് ആ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. സമയം കുറച്ച് കൂടുതലെടുത്തെങ്കിലും മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ചെയ്യാനായിട്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഞാനൊരു 9 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് 9 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ നല്ലത്. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായി പോകും. പക്ഷെ അത്രയും സോഫ്റ്റ് ആവണ്ട, കുഴപ്പമില്ല. ഞാനിതിപ്പം എടുത്ത് അധിക സമയമൊന്നും വെച്ചില്ല. എടുത്ത് കുറച്ച് സമയം ഫോട്ടോ എടുക്കാനും ഒക്കെ കൂടെ കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. ഒന്ന് കഴിച്ചാവട്ടെ. എന്താ പറയുക, മെൽറ്റ് ഇൻ യുവർ മൗത്ത് എന്നൊക്കെ പറയാം. അത്രയധികം അങ്ങ് വായിലിട്ട് അലിഞ്ഞു വന്ന് ചവയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് നട്ട്സൊക്കെ കടിക്കാനായിട്ട് കിട്ടും. അതും പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫഡ്ജാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ ഇതിൻ്റെ ഫാനായിട്ട് മാറും. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 485 ഗ്രാമാണ്. 400 to 500 ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പോൾ പെർ പീസ് ആണെങ്കിൽ ഒരു പീസിന് 45 രൂപ മുതൽ 50 രൂപയൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അതൊക്കെ ഓരോ ഏരിയയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും അതിന് ഓർഡർ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫഡ്ജാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിലും നല്ലതാണ്. നമ്മളിപ്പം ഡാർക്ക് കോമ്പൗണ്ടൊക്കെ ആണെങ്കിലല്ലേ പലർക്കും ചുമടി ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല ചോക്ലേറ്റ് അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.